നിങ്ങൾ നിമിത്തം ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോകുന്നു. ഞങ്ങൾ ഉരുകി ഉരുകി മരിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ആരും ഞങ്ങളുടെ അടുത്തില്ല. ഞങ്ങൾക്കെല്ലാവരും നഷ്ടമായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. 135 ദിവസം പിന്നിടുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ റഫ ക്യാമ്പിൽ നിന്ന് ഒരു മാതാവിൻ്റെ നിലവിളിയോടുകൂടിയുള്ളതായ ശബ്ദമാണ് ഞാൻ ഇവിടെ പ്രതിധ്വനിപ്പിച്ചത്. അടുത്ത ഒരു ഷെൽട്ടറിലേക്ക്, ഒരു കൂടാരത്തിലേക്ക് അവരെ നീക്കുവാൻ പരിശ്രമിച്ചപ്പോൾ നിസ്സഹയായി മുറിവേറ്റ് ആ നിലത്ത് കുത്തിയിരുന്ന മാതാവ് പറയുകയാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, മരിച്ചവരെ ഞങ്ങൾക്ക് തിരിച്ചു തരുമോ? അടുത്ത നിമിഷം ഞങ്ങളെ നിങ്ങൾ കൊല്ലുകയില്ല എന്ന് എന്തുറപ്പാണ് തരുന്നത്? ആർക്കാണ് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നത്? സർവശക്തനായ ദൈവത്തിന് മാത്രമേ ഒരു ഉറപ്പ് കൽപ്പിക്കാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാം നിർഭയരായി പല ദേശങ്ങളിലായി കഴിയുന്നു. നാം ഉറങ്ങുമ്പോൾ ഉറങ്ങാത്ത അമ്മമാർ, നാം ഭക്ഷിക്കുമ്പോൾ വിശന്നിരിക്കുന്ന വയറുകൾ, നാം വിശ്രമിക്കുമ്പോൾ വേദന കൊണ്ട് പുളയുന്നതായ അനേക ലക്ഷങ്ങളുടെ കണ്ണുനീർ നിലവിളികൾ ദേശത്തുയർന്നുകൊണ്ടിരിക്കുകയാണ്. അനർത്ഥങ്ങൾ ലോകത്തിൽ ചുറ്റിപ്പറ്റ് എന്തിനോ ഒന്ന് സാധിക്കുവാൻ വേണ്ടി ഒരു പരാക്രമത്തോടു കൂടി ഓടുന്നതായ ഓട്ടത്തിൻ്റെ നാളുകൾ. നമ്മൾ പലത് പ്രതീക്ഷിക്കുന്നു, പലത് മോഹിക്കുന്നു, പലത് ചിന്തിക്കുന്നു, പലതിനെ കുറിച്ച് നമ്മൾ പദ്ധതിയിടുന്നു. പക്ഷെങ്കിൽ ലോകം എവിടെ? ലോകത്തിൻ്റെ സ്ഥിതി എന്താണ്? അധികം ആരും എല്ലായിടത്തും ഒന്നും ശ്രദ്ധിക്കാറില്ല, വായിക്കാറില്ല, കേൾക്കാറില്ല. ഈ തരുണത്തിൽ, ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ബോധിപ്പിച്ചത്, എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുപോയത് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായമാണ്. എരിഹോ പട്ടണം ഒറ്റുനോക്കുവാൻ വേണ്ടി യോശുവ 2 പുരുഷന്മാരെ എരിഹോവിൽ അയച്ചു. രാഹാബ് എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഭവനത്തിൽ അവർ ചെന്ന് ഒളിച്ചിരുന്ന് അവരവിടെ നിന്ന് യാത്ര വിതിരിക്കുമ്പോൾ ആ മാതാവ് ആ പുരുഷന്മാരോട്, ഇസ്രായേൽ പുരുഷന്മാരോട് പറഞ്ഞതായ ഒരു വാക്കുണ്ട്, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഈ ദേശനിവാസികളുടെ ഹൃദയം ഉരുകിപ്പോയി. ഞങ്ങൾ ഉരുകി ഉരുകി കഴിയുകയാണ്. ഈ ദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ ആരാധിക്കുന്ന ദൈവമാണ് സത്യമുള്ള ദൈവം, ജീവനുള്ള ദൈവം എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി. നിങ്ങളുടെ പുറപ്പാടും നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വന്ന വരവും, ചെങ്കടലിനെ ദൈവം വിഭാഗിച്ചതും, മരുഭൂമിയിൽ മന്ന പൊഴിച്ചതും, മാറായെ മധുരമാക്കിയതും, കുടിക്കുവാൻ പാറയെ പിളർന്ന് നീരുറവുകൾ നിങ്ങൾക്ക് തന്നതും, ദൈവം ചെയ്യിച്ച വഴികളെല്ലാം, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തികളൊക്കെ ഞങ്ങളുടെ ചെവികളിലെത്തി. ഞങ്ങൾ അതാത് സമയത്ത് ഞങ്ങൾ അറിയുന്നുണ്ട്. കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ പുരുഷന്മാരോട് ആ പ്രിയ മാതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നെയും എൻ്റെ മാതാവിനെയും എൻ്റെ പിതാവിനെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ ചാർച്ചക്കാരെയും ഞങ്ങളുടെ പിതൃഭവനത്തെ നിങ്ങൾ കൊന്നൊടുക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു അടയാളം തരണം. കൊടുക്കാൻ പറ്റുമോ? ഇന്ന് റഫ ക്യാമ്പിൽ ആ മാതാവ് ചോദിച്ചതുപോലെ അടുത്ത ഷെൽട്ടറിലേക്ക്, കൂടാരത്തിലേക്ക് ഞാൻ നീങ്ങുമ്പോൾ എന്നെ അതിൽ വെടിവെച്ചു കൊല്ലുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? പറ്റില്ല, ഉറപ്പില്ല. ആ മാതാവിനോട് ചോദിച്ചവർ പിൻവാങ്ങി. ഉറപ്പില്ല, ഇപ്പോൾ നീങ്ങുക, അത്രമാത്രം. എന്നാൽ രാഹാബ് എന്ന മാതാവിനോട് ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു അടയാളം തരണം എന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ ആർക്ക് കൊടുക്കാനൊക്കും ഉറപ്പുള്ള ഒരു അടയാളം? നമ്മളാണെങ്കിൽ എന്താ പറയുക?
യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. ആ പുരുഷന്മാരെ അവിടെ രക്ഷിച്ചതിൻ്റെ പ്രതിഫലമായി ആ മാതാവ് ആവശ്യപ്പെടുന്നതായ ഒരു വലിയ സഹായമാണ്. പണമല്ല അവർക്ക് വേണ്ടത്, സമ്പത്തല്ല, പൊന്നല്ല, വെള്ളിയല്ല. അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ആ പ്രിയ കുടുംബത്തെയും ലോകരെല്ലാം നിന്ദിച്ച് പിന്തള്ളിയതായ അല്ലെങ്കിൽ പഴിചാർത്തിയിരുന്നതായ ദുഷ്പേരുകൊണ്ട് ദേശത്ത് അപമാനിതരായ ഒരു കുടുംബത്തിലെ മാതാവ് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ജീവനെ രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരടയാളം തരണം. ദൈവത്തിന് സ്തോത്രം. ഈ ചോദ്യം നമ്മളോടാണെങ്കിൽ നോക്കൂ, ലോകപ്രകാരം ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ അടുത്ത നിമിഷത്തിൽ, അടുത്ത ദിവസത്തിൽ യോശുവയും പടജനങ്ങളും ഇസ്രായേൽ ജനം ലക്ഷക്കണക്കിന് ആൾക്കാർ പടസന്നദ്ധരായി യോർദാന്റെ അക്കര അവർ കാത്തു നിൽക്കുകയാണ്. ഏത് നിമിഷവും യോർദാൻ കടന്നവർ ഇക്കരയിലേക്ക് കടന്നു കയറുവാൻ പോകുന്നു. ദൈവമാണ് അവരുടെ മുൻപിലുള്ളത്. ദൈവം അവരെ നടത്തും, അവരത് ചെയ്യും. അവർ വന്ന് ദേശത്തെ കൈവശമാക്കും. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതായ ദേശം ഇഞ്ചിഞ്ചായി എണ്ണി 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 അവർ അവകാശമാക്കുവാൻ പോകുകയാണ്. ആ സമയത്താണ് ഈ വിഷയങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കിയ ദേശനിവാസികൾ അവർ പറയുന്നു, ഞങ്ങളുടെ ഹൃദയം ഉരുകുന്നു, ഞങ്ങൾക്കൊരു ലക്ഷ്യമുള്ള ഒരടയാളം തരണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്തു പറയും? എന്തെങ്കിലും ഒരു കല്ലെടുത്ത് വയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ചോക്ക് കൊണ്ട് എന്തെങ്കിലും ഒന്ന് വരയ്ക്കാൻ പറയും, ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കളറുള്ള ഒരു തുണി അവിടെ കെട്ടാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം നിങ്ങളുടെ ഭവനത്തിൽ വയ്ക്ക്, നിങ്ങളുടെ ഭവനത്തെ ഞങ്ങൾ ഒഴിഞ്ഞു മാറാം എന്ന് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്തു കാണും, ചെയ്യുമായിരിക്കാം. പക്ഷെങ്കിൽ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ആ പുരുഷന്മാർ അവർ യെരിഹോവിലേക്ക് പോകുന്നതിന് മുൻപ് ചില സാധനങ്ങൾ അവരുടെ കയ്യിൽ കരുതിയിരുന്നു. എന്താണെന്നറിയാമോ? ഒരു ചുവപ്പ് ചരട് അവരുടെ കയ്യിൽ കരുതി. അതെന്തിനാണ് ഈ ചുവപ്പ് ചരട് അവരുടെ കയ്യിൽ കരുതുന്നത്? അവർ ആ മാതാവിനോട് പറയുകയാണ്, ഇതാ ഈ ചുവപ്പ് ചരട് നിങ്ങളുടെ കിളിവാതിൽ കെട്ടണം. ഈ മാതാവിനോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഒരു ചരട് നിങ്ങളും കെട്ടിയാൽ മതി, അല്ലെങ്കിൽ ചന്തയിൽ ധാരാളം റിബൺസ് ഒക്കെ കിട്ടും, അതിലേതെങ്കിലും ഒന്ന് കെട്ട് എന്ന് പറഞ്ഞാൽ പോരെ? ഇല്ല, അവർ ആ ചുവപ്പ് ചരടും കൊണ്ടാണ് അവിടേക്ക് യാത്ര പോയത്. എവിടെ നിന്നാണ് ആ ചുവപ്പ് ചരട് അവർക്ക് കിട്ടിയത്? അങ്ങനെ ഒരു ആശയം അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർ ചുവപ്പ് ചരടും കൊണ്ടാണോ മിസ്രൈമിൽ നിന്നും യാത്ര തിരിച്ചത്? ഒരു ചുവപ്പടയാളമാണ് അവരെ മിസ്രൈമിൽ നിന്ന് ജീവനോട് പോകുവാൻ അവരെ സഹായിച്ചത്. അവർക്ക് ആ അനുഭവമുണ്ട്. ആ അനുഭവമുള്ളവർക്ക് മാത്രമേ ആ ചരട് കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകം ഇന്ന് ജീവപ്രാണന് വേണ്ടി ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ദേശനിവാസികൾ ഉരുകുന്നു, അറിയുന്നവർ ഉരുകുന്നു. ഈ ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിയാതെ ജനങ്ങൾ ഉരുകുന്നു. പണത്തിന് വേണ്ടിയല്ല, നിത്യവൃത്തിക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ വസ്ത്രത്തിന് വേണ്ടിയല്ല, കിടക്കാടത്തിന് വേണ്ടിയല്ല, ജീവനോട് ശേഷിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ചില ജീവിതങ്ങൾ അല്ലെങ്കിൽ ചില ആത്മാക്കൾ നമ്മുടെ അടുത്ത് വരികയാണ്. ഞങ്ങളെ ജീവനോടെ വെച്ചേക്കുമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു അടയാളം തരണം. ക്യാൻ യു ഗീവ്? നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുമോ? എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്ന ആ അടയാളത്തിന് ഉറപ്പുള്ളത്? കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു അടയാളമാണോ?
അതോ ചന്തയിൽ നിന്ന് വാങ്ങുന്ന ഒരു അടയാളമാണോ? നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു അടയാളമാണോ അവർ ചോദിക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന അടയാളത്തിന് ഉറപ്പ് വേണം. ദൈവത്തിന് സ്തോത്രം. പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ, ആ രക്തത്തിൻ്റെ അടയാളം കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടി അവിടെ നിന്നും പുറപ്പെട്ടതായ ഒരു ജനത്തിന് മാത്രമേ, ആ ഒരു അനുഭവമുള്ള ജനത്തിന് മാത്രമേ ഉറപ്പുള്ള ഒരടയാളം, ഒരു ചുവപ്പ് നൂൽ അവരുടെ കയ്യിൽ കൊടുക്കുവാൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഈ ചുവപ്പ് ചരട് നിങ്ങൾ നിങ്ങളുടെ കിളിവാതിലിൽ കെട്ടണം. ഞങ്ങളത് കാണുമ്പോൾ ഞങ്ങൾ നിന്റെ ഭവനത്തെ ഒഴിഞ്ഞു പോകും. അനർത്ഥത്തിൽ നിന്ന് നീയും നിന്റെ കുഞ്ഞുങ്ങളും നിന്റെ സഹോദരങ്ങളും മാതാപിതാക്കളും അവർ രക്ഷപ്രാപിക്കും. അവരെല്ലാവരും ഈ ഭവനത്തിൽ വന്നുകൂടുവാൻ നിങ്ങൾ അവരോട് കൽപ്പിക്കണം. നിങ്ങളുടെ ഭവനത്തെ ചുവപ്പ് ചരടിനാൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങളിതിനെ ആക്രമിക്കാതെ ഞങ്ങളുടെ ജീവൻ തന്ന് നിങ്ങളെ രക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ലോകം ഇന്ന് ഉറപ്പുള്ള ഒരടയാളം ചില വ്യക്തികളോട് ചോദിക്കും. നമ്മുടെ അയൽക്കാർ നമ്മോട് ചോദിക്കും. നമ്മുടെ ദേശനിവാസികൾ നമ്മോട് ഉറപ്പുള്ള അടയാളങ്ങൾ ചോദിക്കുവാനുള്ള സമയങ്ങൾ അടുത്തു വരികയാണ്. പലസ്തീൻ നാടുകളുടെ ചുറ്റുപാടുകളിലുള്ള ദേശങ്ങളോട് ആ ദേശത്തെ നിവാസികൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു അടയാളം തരണം. അവർ കേഴുന്നു, കണ്ണുനീരൊഴുക്കി കേഴുകയാണ്. അവരുടെ കുഞ്ഞുങ്ങൾ കേഴുന്നു. നോക്കൂ, അഭയാർത്ഥി ക്യാമ്പുകളിലെ വലിയ ദയനീയമായ ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ അതിൻ്റെ വീഡിയോകളൊക്കെ കണ്ടാൽ മനസാക്ഷിയുള്ളവർ തലകറങ്ങി വീണുപോകും. ചങ്ക് തകരുന്ന കാഴ്ചകളാണ് അവിടെ ഉള്ളത്. പക്ഷെങ്കിൽ ലോകത്ത് നടമാടുന്നതായ അരാജകത്വം നമ്മുടെ കൺമുമ്പിൽ ഇതുവരെയും നമ്മൾ കാണുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചിലയിടങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. അതൊന്നും പേരെടുത്ത് പറയുകയല്ല. വിശ്വാസ ജീവിതത്തിന് വേണ്ടി മനുഷ്യൻ അനുഭവിക്കുവാൻ പോകുന്നതായ, അല്ലെങ്കിൽ രക്ഷയുടെ മാർഗത്തിന് വേണ്ടി മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്നതായ, ആത്മാക്കൾ അനുഭവിക്കുവാൻ പോകുന്നതായ ദുരന്തങ്ങളുടെ ആ കെട്ടുകൾ, അതിൻ്റെ വാതിലുകൾ ഇതാ തുറക്കുവാൻ പോകുകയാണ്. എത്ര പേർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിയും? ചില വ്യക്തികൾ ചോദിക്കുന്നു, നമ്മുടെ ദേശക്കാർ നമ്മളോട് ചോദിക്കുകയാണ്, ഹേ സഹോദര സഹോദരി, ഉറപ്പുള്ള ഒരു അടയാളം ഞങ്ങൾക്ക് തരാമോ? നിന്റെ കയ്യിൽ ഇല്ലായെങ്കിൽ നമ്മൾ എന്തു പറയും? നിങ്ങൾ ചന്തയിൽ ചെന്ന് ഇന്ന നിറമുള്ള ഒരു ചരട് വാങ്ങി നിങ്ങളുടെ കട്ടിളമേലോ നിങ്ങളുടെ കിളിവാതിലുകളിലോ ഒക്കെ തൂക്കിയിട്ടേര്, അതൊരു പക്ഷെങ്കിൽ രക്ഷയായിരിക്കാം എന്നേ പറയാൻ കഴിയത്തുള്ളൂ, ഒരു റെഡിമെയ്ഡ്. എന്നാൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് 2 പുരുഷന്മാർ എരിഹോവിലേക്ക് യാത്രയായപ്പോൾ അവരുടെ സഞ്ചിയിൽ അവർ കരുതിയിരുന്നത്, ഒരു കാലത്ത് മിസ്രൈമിൽ നിന്ന് 40 വർഷത്തിന് മുൻപ് അവരുടെ പിതാക്കന്മാരെ രക്ഷിച്ചതായ ആ 400 വർഷത്തെ അടിമ ജീവിതത്തിന് ശേഷം ഏതാണ്ട് 40 വർഷത്തിന് മുൻപ് അവരുടെ പിതാക്കന്മാരെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നതായ ഒരു രക്തത്തിൻ്റെ അടയാളം, അത് അവരുടെ തലമുറകളിലേക്ക് അവർ പകർന്നിരുന്നു. അവിടെ നിന്ന് പുറപ്പെട്ടവർ പലരും നഷ്ടപ്പെട്ടു പോയി. അവർ ആരും ജീവനോടില്ല. എന്നാൽ അവരുടെ തലമുറയാണ് ആ കനാൻ ദേശം കീഴടക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നത്. എരിഹോവിൽ കാലുകുത്തിയതായ ഉറ്റുനോക്കുവാൻ വന്ന 2 പുരുഷന്മാർ അവരുടെ തലമുറയാണ്. ആ തലമുറയുടെ കയ്യിൽ ആ ചരടുണ്ടായിരുന്നു. അവർ പോകുന്നിടത്തൊക്കെ, അവർ പോകുന്ന ദേശത്ത് ചില വ്യക്തി ജീവിതങ്ങളെ ജീവനോടെ വയ്ക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതി എന്നവർക്കറിയാവുന്നതിനാൽ അവരെ ഏത് ചരടാണ് അവരെ വിടുവിച്ചതെന്ന്, അവരെ വിടുവിച്ചതായ ഒരടയാളത്തിൻ്റെ അനുഭവം, അവരുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത അനുഭവം അവർ പോകുന്നിടത്തൊക്കെ പകർന്നു കൊടുക്കേണ്ടതിന് വേണ്ടി ദൈവം അവരുടെ മുൻപിൽ കൊണ്ടുവരുന്നവരാരോ അവരോട് ഈ സുവിശേഷം സംസാരിപ്പാൻ തക്കവണ്ണം അവരുടെ കയ്യിൽ കരുതിയിരുന്നതായ വിഷയം
ആ ചരട് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവർ പറയുക, ഇതാ ഈ ചരട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്തൊന്ന് കെട്ടുവാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള എന്തെങ്കിലും എടുത്തൊരു സാധനം അടയാളം വയ്ക്കുവാൻ പറഞ്ഞില്ല. ഇതാ ഈ ചരട്, അവരുടെ കയ്യിലുണ്ടായിരുന്ന ചരട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, രക്ഷയുടെ അനുഭവത്തെ ക്രിസ്തുവേശുവിൽ കൂടെയുള്ളതായ ആ വീണ്ടെടുപ്പ്, അവന്റെ രക്തത്താലുള്ള യഥാർത്ഥമായ വീണ്ടെടുപ്പിനെ അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആ വാക്ക് സംസാരിക്കുവാൻ കഴിയുള്ളൂ. ഇതാ ഈ ചരട് നിന്റെ കട്ടിളമേൽ, നിന്റെ കുറുമ്പടിമേൽ, നിന്റെ കിളിവാതിലിന്മേൽ കെട്ടിയാൽ ഈ അടയാളം കണ്ട് അനർത്ഥമൊഴിഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. ഇല്ലാത്തവർ കുറുക്ക് വഴി പറഞ്ഞു കൊടുക്കും, റെഡിമെയ്ഡ് വഴികൾ പറഞ്ഞു കൊടുക്കും. ഒരുപാട് റെഡിമെയ്ഡുകൾ വഴികളിൽ നിന്നുണ്ട്, ധാരാളം ചന്തയിൽ കിട്ടും, മാർക്കറ്റിൽ കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കാം. എന്നാൽ അനുഭവത്തിൽ കൂടെ വാസ്തവമായി അവർ ചോദിക്കുന്നതാണ് ഉറപ്പുള്ള ഒരു അടയാളം. സാധാരണ അടയാളമല്ല, അവർക്ക് ഉറപ്പ് വേണം. ആ റഫ അതിർത്തിയിലെ ക്യാമ്പിൽ ആ മാതാവ് ചോദിച്ച വാക്യം അതാണ്, അടുത്ത നിമിഷം നിങ്ങൾ എന്നെ കൊല്ലത്തില്ല എന്ന് ഒരു ഉറപ്പ് തരാമോ? ഞാൻ മുറിവേറ്റവളെങ്കിലും ഞാൻ വലിഞ്ഞെഴിഞ്ഞ് ഞാൻ ആ കൂടാരത്തിലേക്ക് പോകാം, എന്നെ കൊല്ലുകയില്ല എന്ന് ഉറപ്പ് തരുമോ? ഇല്ല, അവർക്ക് ആ ഉറപ്പ് കൊടുക്കുവാൻ കഴിയുകയില്ല. ലോക മനുഷ്യർക്ക് ആ ഉറപ്പ് കൊടുക്കുവാൻ കഴിയുകയില്ല. പക്ഷെങ്കിൽ ചില ജീവിതങ്ങളെ രക്ഷിക്കുവാനും ചില ജീവിതങ്ങളെ ജീവനോട് നിലനിർത്തുവാനും കഴിയുന്നതായ ഒരു അടയാളം ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. സഹോദര, സഹോദരി, നിന്നെ ദൈവം അടിമത്തരത്തിൽ നിന്ന് വിടുവിച്ച്, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച്, മരണത്തിന് വിധിക്കപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് ഇടയിൽ നിന്ന് വിടുവിച്ച് ദൈവം ജീവന്റെ വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു ചുവപ്പ് ചരട് നിന്റെ കയ്യിൽ കാണും. ആ അടയാളം നിന്റെ കയ്യിൽ കാണും. വെറുതെ വെച്ചേക്കാനല്ല, കാഴ്ച വസ്തുവായിട്ട് വെച്ചേക്കാനല്ല, മ്യൂസിയത്തിൽ വെച്ചേക്കാനല്ല, അല്ലെങ്കിൽ ഷോക്കേസിൽ വയ്ക്കുവാനല്ല. ചില ജീവിതങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി നീ പോകുന്നിടത്തൊക്കെ നിന്റെ കയ്യിൽ കൊണ്ടുപോകുവാനാണ്. ദൈവത്തിന് സ്തോത്രം. ചിലർ നിന്നോട് ചോദിക്കും, ഒരു ഉറപ്പുള്ള അടയാളം ഞങ്ങൾക്ക് തരണം. കാരണം നിങ്ങളുടെ ദൈവം വലിയവനെന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ ദൈവത്തിന്റെ മഹാശക്തി, നിങ്ങളെ വിടുവിച്ച ദൈവത്തിന്റെ മഹാശക്തിയെ കുറിച്ച് നിങ്ങൾ അറിയുന്നതിന് മുൻപ് അത് ഞങ്ങളുടെ ചെവികളിലെത്തി. അത് കേട്ടപ്പോൾ ഞങ്ങൾ ഉരുകിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഉരുകുന്ന ചില ഹൃദയങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉരുകുന്ന രാജ്യങ്ങൾ ഇതാ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉരുകുന്ന ദേശങ്ങൾ ഇതാ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഉരുകാത്തവരുടെ കയ്യിൽ നിന്ന് ഒരടയാളം ചോദിക്കുന്നു. ഉറപ്പുള്ള ഒരടയാളം നിനക്ക് കൊടുക്കുവാൻ കഴിയുമോ? നിന്റെ ദേശത്തിന്, നിന്റെ അയൽവക്കത്തിന്, നിന്റെ ചാർച്ചക്കാർക്ക്, അല്ലെങ്കിൽ നിനക്കുള്ളവർക്ക്, നീ അറിയുന്നവർക്ക്, നിന്റെ സമൂഹത്തിന്, നീ ജോലി ചെയ്യുന്നിടത്ത് നീയുമായി പരിചയമുള്ളവർക്ക്, നിന്നോട് സൗഹൃദമുള്ളവർക്ക് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്കും കൂടെ ഉറപ്പുള്ള ഒരടയാളം തരുമോ? ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പുള്ള അടയാളങ്ങളുമായി ജീവന്റെ രക്ഷയുടെ സാക്ഷികളാകുവാൻ ദൈവം ലോകത്തിൽ ചിലർക്ക് മാത്രമേ സിദ്ധി കൊടുത്തിട്ടുള്ളൂ, അവകാശം കൊടുത്തിട്ടുള്ളൂ, അധികാരം കൊടുത്തിട്ടുള്ളൂ. മറ്റുള്ളവരെല്ലാം കുറുക്ക് വഴികൾ പറഞ്ഞു കൊടുക്കും, അനേക ഉപാധികൾ പറഞ്ഞു കൊടുക്കും, അനേക വേലകൾ പറഞ്ഞു കൊടുക്കും. പക്ഷെങ്കിൽ വാസ്തവമായി ആ ചുവപ്പ്, ആ രക്തത്തിൻ കീഴിൽ കൂടെ രക്ഷിക്കപ്പെട്ടതായ ഒരു കൂട്ടം ജനം, പെസഹ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്, ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ വാസ്തവമായി രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം ജനം ദേശത്ത് ശേഷിച്ചിരിക്കുന്നുണ്ട്. ചില തലമുറകളുണ്ട്. അവർ അവരുടെ തലമുറകളോടും അവർ എങ്ങനെ രക്ഷയിലേക്ക് വന്നു എന്ന് അവർ പറഞ്ഞു കൊടുക്കും. ആ തലമുറകളൊക്കെയും കൈമാറി കൈമാറി അവർ കൊണ്ടു നടക്കുന്നതായ ഒരടയാളമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടയാളമാണ്. ആ രക്തം നിന്നെ പൂർണ്ണമായി വിടുവിക്കുന്നതും ജീവനോടെ വയ്ക്കുന്നതും ജീവനോടെ ശേഷിപ്പിക്കുന്നതും മരിച്ചവരുടെ ഇടയിൽ നിന്ന് നിനക്ക് നല്ലൊരു ഉയർപ്പ് തരുന്നതുമായ ഒരു വലിയ രക്ഷയുടെ ദൂതാണ്. ആ ദൂതിനെ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ജനം പ്രാപിച്ചുകൊള്ളണം. ഉപാധികളല്ല, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, നിറങ്ങളല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ വേണ്ടത്. നിന്റെ കയ്യിൽ നീ കൊണ്ടു നടക്കുന്നതായ ഒരു ചരട്. നീ എവിടെ പോയിരുന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി അനേകരെ ജീവനോടെ രക്ഷിക്കുവാൻ ഉതകുന്നതായ ഒരു കഷ്ണം ചരട്, നിന്നെ രക്ഷിച്ച ചരട്,
അല്ലെങ്കിൽ നിന്നെ വിടുവിച്ച അനുഭവം, നിന്നെ രക്ഷിച്ചതായ ദൂത്, ആ സന്ദേശം, നിന്റെ കാതുകളിൽ മുഴങ്ങിയതായ സന്ദേശം, നിന്റെ ഭവനത്തിൽ വന്നിറങ്ങിയതായ സന്ദേശം, നിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചതായ സന്ദേശം, നിങ്ങളെ മാത്രമല്ല സകല മനുഷ്യരെയും നിന്നോട് ചോദിക്കുന്നവരോട് ഞങ്ങൾക്കൊരു ഉറപ്പുള്ള ഒരടയാളം തരണമെന്ന് ചോദിക്കുന്ന അവർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ, കാണിച്ചു കൊടുക്കുവാൻ നിന്റെ കയ്യിൽ അത് കരുതുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവരെ ദൈവം സ്നേഹിക്കുന്നു, മാനിക്കുന്നു. അവർക്ക് വേണ്ടി സ്വർഗം കാത്തിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.